നമസ്കാരം. ലൈവ് എക്സ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വിമർശനം കടുത്തതോടെ ടി.ജി. മോഹൻദാസിനെതിരെ നടപടിയുമായി പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസ് മട്ടാഞ്ചേരിയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നു. വിദ്വേഷ പരാമർശത്തിൽ കേസെടുത്ത് 11ാം ദിവസം റെയ്ഡ്. ആഭ്യന്തര വകുപ്പിന് ആശ്വാസം. മന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കി ഒടുവിൽ അഴിക്കുള്ളിൽ. വ്യാപക തെരച്ചിലിനൊടുവിൽ പിടികൂടിയത് കണ്ണൂരിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നും. നിരവധി കേസുകളിൽ പ്രതിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. കാപ്പ ചുമത്തി പൂട്ടാൻ പോലീസ് നീക്കം. ഹീറോയാണോ സീറോയാണോ എന്ന് വൈകാതെ മനസ്സിലാകുമെന്ന് എഡിജിപി പി വിജയൻ. ആയങ്കിയെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ച ആഭ്യന്തരമന്ത്രി. വന്ദേമാതര വിവാദത്തിൽ സർക്കാർ തൃശങ്കുവിൽ. വിവാദ ഉത്തരവ് ഗവർണറുടെ ഓഫീസ് പറഞ്ഞിട്ടെന്ന വാദം പൊളിഞ്ഞു. സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് ലോക്ഭവൻ. പ്രോട്ടോകോൾ സർക്കുലറിലും പരാമർശമില്ല. ക്വിസ് മത്സരത്തിന് ചരിത്രവിരുദ്ധമായ ചോദ്യം തയ്യാറാക്കിയ കാസർകോട്ടെ അധ്യാപകന് സസ്പെൻഷൻ. നടപടിയെടുത്തത് കുമ്പളയിലെ സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെതിരെ. ആഗസ്റ്റ് 6-ന് ഫ്രീഡം ക്വിസ് എന്ന പേരിൽ നടന്ന ക്വിസ് മത്സരം നടത്തിയത് 3 ഉപജില്ലകളിലെ സ്കൂളുകളിൽ. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ നിർണായക നീക്കം. മുഖ്യമന്ത്രി നേരിട്ട് മധ്യസ്ഥ ചർച്ച നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 1 നൂറ്റാണ്ടായി തുടരുന്ന തർക്കം പരിഹരിക്കുക ലക്ഷ്യം. പിറവം സെന്റ് ജോൺസ് ബത്ലഹേം പള്ളിയിൽ സംഘർഷം. ഇരു സഭകളുടെയും വൈദികർ തമ്മിൽ ഏറ്റുമുട്ടി. ചുവപ്പ് നാടയിൽ കുരുങ്ങി ടാക്സ് ഓഫീസർ റാങ്ക് ഹോൾഡർമാരും. അഡ്വൈസ് കാത്ത് നിരവധി പേർ. പരീക്ഷ നടന്നത് 2021-ൽ. ഒഴിവുകൾ 60-ലേറെ. റാങ്ക് പട്ടികയിൽ കാലാവധി ഇനി ദിവസങ്ങൾ മാത്രം. പട്ടിക അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കേരളം തമിഴ്നാട് അതിർത്തിയിലെ നീലഗിരി ഗൂഡല്ലൂരിൽ വന്യമൃഗാക്രമണം. കർഷകനെ കൊന്നു ഭക്ഷിച്ചു. റോഡ് ഉപരോധിച്ച നാട്ടുകാർ. കൊല്ലപ്പെട്ടത് ഗൂഡല്ലൂരിലെ ബാലകൃഷ്ണൻ. കോഴിക്കോട് കക്കോടിയിൽ ആനവേട്ട സംഘം പിടിയിൽ. പിടിയിലായ 5-അംഗ സംഘത്തിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്തു. ആനക്കൊമ്പ് മുറിച്ച് ലക്ഷങ്ങൾ വിലയിട്ട് കച്ചവടം നടത്താൻ ശ്രമം. സംഘത്തിലെ 2 പേർക്കായി തെരച്ചിൽ. വാർത്തകൾ വിശദമായി നോക്കാം. RSS സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസ് ടീമാണ് പരിശോധനയ്ക്കെത്തിയത്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശം. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അറസ്റ്റ് തീരുമാനിക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോഴും റെയ്ഡ് തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണിപ്പോൾ സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ടി.ജി. മോഹൻദാസ് ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, പോലീസ് ഇപ്പോഴും അവിടെ തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം? അനുശ്രീ, തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ വിംഗ് പോലീസാണ് മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ഇത് വിഷയത്തിൽ കേസ് എടുത്തിരുന്നതായി രാവിലെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. എന്തായാലും കേസെടുക്കാൻ വൈകുന്നത് എന്താണ് തുടങ്ങിയ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങളും അത്തരം വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ ഈ വിഷയത്തിലെങ്കിലും. അടിയന്തരമായി കേസെടുക്കാൻ ിലേക്ക് തന്നെ കേസ് സർക്കാർ കടന്നു എന്നാണ്. തുടർ നടപടികളെ പറ്റിയുള്ള വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. രേഖകൾ അടക്കമുള്ള പരിശോധനയാണ് സൈബർ പോലീസ് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോണും കമ്പ്യൂട്ടറും അടക്കം പരിശോധന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. സൈബർ പോലീസിന്റെ തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ പോലീസ് വിങ്ങാണ് നിലവിൽ പരിശോധന നടക്കുന്നത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് മോഹൻദാസിനെതിരെ അത്തരം അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധവും വിമർശനവുമായിരുന്നു. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും സാമൂഹ്യ ചർച്ചകൾക്കും ഇടവെച്ച പ്രതികരണമായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് സ്ത്രീകളെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കടന്നിരുന്നതാണ്. എന്തായാലും അതിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികരണം
പ്രതികരണത്തിൽ മതപരമായിട്ടുള്ളതായിക്കോട്ടെ, അല്ലാതെ വർഗീയപരമായിട്ടുള്ളതായിക്കോട്ടെ, അതല്ലെങ്കിൽ ജെൻഡർ പരമായിട്ടുള്ളതായിക്കോട്ടെ, ഏത് തരത്തിലായാലും വിദ്വേഷ പരാമർശങ്ങളെ അതിൻ്റെതായ ഇന്റൻസിറ്റിയോട് കൂടി തന്നെയാണ്, തീവ്രതയോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വരുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധം അറിയിച്ചു. ടി മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേസ് എടുത്തു, അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ് അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലാണ്. ശ്രീ ആജ്ഞ, അതുപോലെ തന്നെ ഈ വിവാദ പരാമർശത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ഇങ്ങനെ നീളുന്നു, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്തായാലും സമരക്കാരെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ്, അത്യധികം ഗുരുതരമായ പരാമർശം തന്നെയാണ് TG മോഹൻദാസ് നമുക്കറിയാം ജന്തർ മന്ദിറിലെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതായത് താനാണെങ്കിൽ 3 തവണ കർഫ്യൂ പ്രഖ്യാപിക്കും, തുടർന്ന് അവിടെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, കുറെ പേര് മരിക്കും, ശവങ്ങൾ കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും തുടങ്ങിയ തരത്തിലുള്ള പരാമർശമായിരുന്നു ഈ TG മോഹൻദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ ഗുരുതരമായ പരാമർശമാണ്. ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ന്യായീകരിക്കുന്ന തരത്തിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള തരത്തിലേക്ക് അതിനെ വലിച്ചിഴയ്ക്കുന്നു. അതല്ലെങ്കിൽ അങ്ങേയറ്റം വലിയ വിദ്വേഷ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അറസ്റ്റുമായി കേസെടുക്കാനുള്ള നടപടികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതിഷേധം, ഭരണപക്ഷത്തുള്ള ആളായിട്ട് കൂടി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ഇന്ന് രാവിലെ കൂടി അദ്ദേഹം ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ പോലീസ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്ന വകുപ്പുകൾ അനുസരിച്ചായിരിക്കും. എന്തായാലും ഏതൊക്കെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ ഏതെങ്കിലും രേഖകളോ സൈബർ തരത്തിൽ, അതായത് ഫോണിലോ അതല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എന്തെങ്കിലും അത്തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ അത്തരം ഈ കുറ്റകരമായിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ കണ്ടെത്തിയാൽ പോലീസ് ആ ഒരു നീക്കം കൂടി ഉണ്ടാകുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസാണ് ഇപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നതെന്ന് ആണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. എന്തായാലും വിദ്വേഷ പരാമർശത്തിൽ അത് ആരായാലും TG മോഹൻദാസ് ആയാലും മറ്റാരായാലും ഇത്തരത്തിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ വ്യക്തിപരമായിട്ടോ അത്തരത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ, ഒരു ഗ്രൂപ്പിനെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു സമരത്തെയാണ്, അതായത് ഡൽഹിയിലെ സമരം കടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് അത്തരത്തിലൊരു വലിയ പരാമർശം, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശം വരെ അദ്ദേഹം നടത്തിയിരുന്നു. അത്തരമുള്ള പരാമർശത്തിന് മറുപടിയായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലെന്നാണ്, അല്പം വൈകിയിരുന്നു എന്നുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും വിവിധ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ അതുമായിട്ട് കേസെടുക്കൽ നടപടിയും മറ്റു തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. സൈദ്ധാന്തികൻ TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് ടീമാണ് പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഇരു വിഭാഗങ്ങളെയും ചർച്ചയ്ക്കെത്തിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെടുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സഭാ നേതൃത്വങ്ങളുമായി സർക്കാർ ചർച്ച നടത്തും. 1 നൂറ്റാണ്ടായി തുടരുന്ന തർക്കത്തിന് സൗഹാർദ്ദപരമായ പരിഹാരമാണ് ലക്ഷ്യം. മധ്യസ്ഥ ചർച്ചയിലൂടെ ഉണ്ടാകുന്ന ധാരണ ഹൈക്കോടതിയെ അറിയിക്കുമെന്നും സത്യവാങ്മൂലം. വന്ദേമാതരം വിവാദത്തിൽ കൂടുതൽ വെട്ടിലായി സർക്കാർ. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവൻ പാടാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക് ഭവൻ രംഗത്തെത്തി. ഇതോടെ ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കുലർ ഇറക്കിയതെന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ നടത്തിപ്പ് സംബന്ധിച്ച് പ്രോട്ടോകോൾ വിഭാഗം പുറത്തിറക്കിയ സർക്കുലറിൽ വന്ദേമാതരത്തെ പരാമർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ സർക്കാർ അറിയാതെ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 9 മുതൽ 17 വരെ എല്ലാ പൊതുപരിപാടികളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ അയച്ച സർക്കുലറിലെ പരാമർശം. പക്ഷേ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് കഴിയുമെന്ന ചോദ്യത്തിന്
വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അടക്കം കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി ലോക്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയതെന്നായിരുന്നു. ഈ വാദം വിവാദമായതോടെയാണ് ലോക്ഭവൻ തന്നെ അതിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നാണ് ലോക്ഭവന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. പ്രോട്ടോകോൾ വിഭാഗം ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട സർക്കുലറിൽ അടക്കം പറയുന്നത് ദേശീയ ഗാനം ആലപിക്കണമെന്ന് മാത്രമാണ്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒരു പരാമർശങ്ങളും ഈ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ സർക്കുലറിൽ എടുത്തു പറയുന്നുമില്ല. പിന്നെ എങ്ങനെ ചീഫ് സെക്രട്ടറിക്ക് ഇത്തരത്തിൽ ഇത് പൂർണ്ണമായി ആലപിക്കണമെന്ന് സർക്കുലർ ഇറക്കാൻ കഴിയും എന്നതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരു ചോദ്യം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസ് വലിയൊരു വിഷയമായി RSSനെതിരെ BJP നയങ്ങൾ അല്ലെങ്കിൽ RSS നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നതിനിടയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി VD സതീശനും കൃത്യമായൊരു മറുപടി ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കൊടുക്കുന്നതിനിടയിലാണ് അതിൽ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ലോക്ഭവൻ തന്നെ അത്തരം ഒരു നിർദ്ദേശവും സർക്കാരിന് നൽകിയിട്ടില്ല എന്ന വിശദീകരണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നടത്തിയ ക്വിസ് മത്സര വിവാദത്തിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തു. കുമ്പള AUPS പള്ളത്തടുക്കയിലെ അധ്യാപകനായ ഗുരുപ്രസാദിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഓഗസ്റ്റ് 6-ന് കാസർഗോഡ് ഉപജില്ലകളിലെ സ്കൂളുകളിൽ ഫ്രീഡം ക്വിസ് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലാണ് ചരിത്രത്തിന്റെ പിൻബലമില്ലാത്ത തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയത്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയത് വളരെ ഗൌരവമുള്ളതാണെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കി റിമാൻഡിൽ. തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. ആയങ്കി നിരവധി കേസുകളിൽ പ്രതിയാണെന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഒളിവിലിരുന്ന് ആഭ്യന്തര വകുപ്പിനും പോലീസിനും നേരെ വെല്ലുവിളി തുടർന്ന അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചെ 2:30-ഓടെ കണ്ണൂരിലെ അഭിഭാഷകയായ ഡെലീറ്റയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇയാൾക്കെതിരെ കാപ്പ് ചുമത്തിയേക്കും. 23 കേസുകളാണ് ആയങ്കിക്കെതിരെയുള്ളത്. അർജുനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ജിതിൻ, സുഭാഷ് എന്നിവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ആയങ്കിയുടെ ഇളയ സഹോദരൻ അജയ് ആയങ്കിയും കസ്റ്റഡിയിലാണ്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ജനങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. അർജുനെക്കുറിച്ച് വിവരം നൽകിയ ഓട്ടോ ഡ്രൈവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാവില്ല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. ഇവിടെ എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാണ് അനുഭവമെന്ന് കരുതുക. ഇത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഈ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളുടെ സമാധാന ജീവിതം ഉറപ്പുവരുത്തുക എന്നാണ് ലക്ഷ്യം. ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. ആ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഓണം കൂടെ വരികയാണ്. ഈ ഓണക്കാലത്ത് ജനജീവിതത്തെ അപകടത്തിലാക്കാമെന്ന് ഒരു ഗുണ്ടയും കരുതണ്ട. അർജുൻ ആയങ്കി ഹീറോയാണോ സീറോയാണോ എന്ന് വൈകാതെ മനസ്സിലാകുമെന്ന് ADGP P. വിജയൻ ന്യൂസ് 18-നോട്. ആയങ്കി മാത്രമല്ല, ആരാധകരും നിരീക്ഷണത്തിലാണ്. ഇനി ഒരാളുടെ അടുത്തു നിന്നും ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ കടുത്ത നീക്കം. റോങ് ഹീറോമാരെ പിന്തുണയ്ക്കുന്നത് അപകടത്തിൽ ചാടിക്കുമെന്നതിന്റെ മുന്നറിയിപ്പാണ് ആയങ്കിയുടെ അറസ്റ്റെന്നും P. വിജയൻ വ്യക്തമാക്കി. ഓപ്പറേഷൻ ഗ്രിപ്പിന്റെ ഭാഗമായി ഇന്നലെ രാത്രി മാത്രം 55 പേരെ കസ്റ്റഡിയിലെടുത്തെന്നും ADGP പറഞ്ഞു. അർജുൻ ആയങ്കിയെ അതിസാഹസികമായാണ് കണ്ണൂരിൽ നിന്ന് പോലീസ് കുടുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ എന്നോടൊപ്പം ചേരുന്നു. ഒരു ശ്രമകരമായ ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ഞങ്ങള് കുറച്ച് അതിനു വേണ്ടിയിട്ട് നടക്കേണ്ടി വന്നു. പക്ഷേ അത് ഞങ്ങൾ അതുവേണ്ടി മാത്രം ആക്കിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഈ അർജുൻ ആയങ്കിയുടെ ഈ പ്രസ്താവനയും വെല്ലുവിളികളൊക്കെ കണ്ടപ്പോൾ ഇനി വെല്ലുവിളികൾ ഒരാളെടുത്തൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നടപടി എന്ന നിലക്കാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന നൊട്ടോറിയസ് ഗുണ്ടകളുണ്ട്. അവരെല്ലാവരെയും എങ്ങനെ നിയമത്തിന് മുമ്പിൽ ഒന്നുകൂടി ശക്തമായി കൊണ്ടുവരാന്നുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് ഏകദേശം 55 പേരെ ഇന്നലെ രാത്രി 10 മണിയാകുമ്പോൾ പിടിച്ചിട്ടുണ്ട്.
അപ്പം അതിന്റെ കൂടെ തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് ആയങ്കിയെ പിടിക്കുക എന്നുള്ളതായിരുന്നു. ഒരു സൈബർ ഹീറോ പരിവേഷം പക്ഷേ കിട്ടി. കേരളത്തിലെ സാഗർ ഏലിയസ് ജാക്കിയാണെന്നൊക്കെയാണ് സൈബർ ഇടങ്ങളിൽ വാഴ്ത്തുപാട്ടുകൾ വരുന്നത്. അത് ഹീറോ ആണോ സീറോ ആണോ എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ മാത്രമല്ല, റോം ഹീറോസിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പോലീസ് വർഷിപ്പേഴ്സിന് പിന്നാലെയുണ്ട്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ചില ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റീനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ ലൈക്ക് ചെയ്യുകയോ അതിനെ അനുകൂലിക്കുന്ന കമന്റ് ചെയ്യുകയോ അവർ ഹാർബർ ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെയായിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പൊക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണല്ലേ ഇത് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നുള്ളത് ഒരു ടിൽ ദി എൻഡ് ഓഫ് ഗുണ്ടകളെല്ലാവരെയും നിയമത്തിന് മുമ്പിൽ പ്രോപ്പറായിട്ട് വരുന്നത് വരെ ഉണ്ടായിരിക്കും. താങ്ക് യു. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. മക്ക പ്രതിരോധ ഉടമ്പടി ഒരു രാജ്യത്തെയും ലക്ഷ്യം വെച്ചല്ലെന്ന് പാകിസ്ഥാൻ. തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ എന്നിവർ ഒപ്പുവെച്ച ത്രികക്ഷി പ്രതിരോധം മാത്രം ലക്ഷ്യമിടുന്നതാണെന്നും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാർ വ്യക്തമാക്കി. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ മക്ക പ്രതിരോധ ഉടമ്പടി സൗദി അറേബ്യ ബന്ധത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള PMLN പാക് അധിനിവേശ കശ്മീരിലെ പ്രതിഷേധക്കാരോടുള്ള നിലപാട് മയപ്പെടുത്തി. പാർട്ടി ഉടൻ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം നടത്തുമെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. മനു ഭരച്ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനു, ഇപ്പോഴിതാ ഈ മക്ക പ്രതിരോധ ഉടമ്പടിയിൽ കൂടുതൽ വിശദീകരണവുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആശങ്കകൾക്കൊക്കെ ഇതൊരു പരിഹാരമാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുശ്രീ, ഇന്ത്യ ഒരു ഗൗരവത്തോടു കൂടി ഈ മെക്ക ഉടമ്പടിയെ ഉറ്റുനോക്കിയിരുന്നു. കാരണം അത് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഉടമ്പടിയാണ്. അത് ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം മൂന്ന് രാജ്യത്തെയും ആക്രമിച്ചതിന് തുല്യമായി അത് കണക്കാക്കപ്പെടുമെന്ന തരത്തിലുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായും പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നൊരു ആശങ്ക ഇന്ത്യക്കുണ്ടായിരുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ തീവ്രവാദ സംഘങ്ങൾക്ക് നേരെ തുടരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ പ്രതികരണമൊക്കെ ഏത് തരത്തിലായിരിക്കും എന്ന ആശങ്കയും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഏതായാലും ഇവിടെ പാകിസ്ഥാൻ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തെ കേന്ദ്രീകരിച്ചല്ല, പക്ഷേ ഒരു പ്രതിരോധ ഉടമ്പടി എന്ന അർത്ഥത്തിൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനുള്ളൊരു നിലപാടില്ല എന്ന് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. ഇറാനും സമാനമായ ഒരാശങ്ക നേരത്തെ ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായും ഈ ടർക്കിയും സൗദി അറേബ്യയും ഒന്നിക്കുന്നൊരു സാഹചര്യത്തിൽ അത് ഇറാനെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന്. ഏതായാലും ഇതിൽ തുർക്കിയുടെ ഭാഗത്തു നിന്നും സമാനമായൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇറാനെ ലക്ഷ്യമിട്ടല്ല ഇത്തരം ഒരു ധാരണ ഉണ്ടായിട്ടുള്ളത് എന്ന്. കാരണം ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിൻ്റെ ഒരു ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് 10-26 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി തുടങ്ങിയ UAE ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ധാരണാപത്രമായിരുന്നു. അതിൽ ഇത് സമാനമായ രീതിയിൽ സംയുക്തമായൊരു പ്രതിരോധമൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പക്ഷേ അത് പിന്നീട് പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ ഒരു പുതിയ മെക്ക പാക്ട് എന്നത് വളരെ ഗൗരവത്തോടുകൂടിയാണ് കണ്ടിരുന്നത്. കാരണം തുർക്കി നാറ്റോയിൽ ഏറ്റവും രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ്. സൗദി അറേബ്യ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യങ്ങളിൽ ഒന്നുമാണ്. മൂന്നാമത്തെ ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. അതോടൊപ്പം തന്നെ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കി എവിടെയുണ്ട്, പാകിസ്ഥാനാകട്ടെ ആണവായുധം കൈവശമുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിക്കുന്നത് പുതിയൊരു ലോകക്രമത്തിൽ എന്ത് തരത്തിലുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരല്പം മയപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നു. അതിനൊരു കാരണം പാക് അധിനിവേശ കാശ്മീരിൽ വലിയ തോതിൽ പ്രക്ഷോഭം സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. ഏതായാലും ആ ഘട്ടത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ഈ പ്രതിഷേധക്കാരെ ആദ്യം രാജ്യദ്രോഹികളെന്നൊക്കെ വിളിച്ച് മുദ്രകുത്തിയിരുന്നവർ ഇപ്പോൾ അവർ രാജ്യസ്നേഹികളാണെന്നൊരു നിലപാടിലേക്ക് വരുന്നു. പാക് അധിനിവേശ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ജോയിൻ്റ് അവാമി കമ്മിറ്റിയുമായി ഒത്തുചേർന്ന് ഭരണം പറ്റുമോ എന്നതിനെക്കുറിച്ചുള്ള സാഹചര്യങ്ങൾ ആരായുന്നു. അങ്ങനെ കുറേ കൂടി ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് പാകിസ്ഥാൻ വരുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൽ ശ്രദ്ധയൂന്നുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അത് കുറേ കൂടി ആശ്വാസം പകരുന്നതാണെന്ന് വേണം കരുതാൻ. ശരി, മനോഭരത്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കേരളം തമിഴ്നാട് അതിർത്തിയിൽ നീലഗിരി ഗൂഡല്ലൂരിന് സമീപം വന്യമൃഗാക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകിട്ട് കൃഷിയിടത്തിൽ വെള്ളം തിരിച്ചുവിടാൻ പോയ ബാലകൃഷ്ണനെ കാണാതാവുകയായിരുന്നു. പിന്നീട് ഇന്ന് നടന്ന തെരച്ചിലിൽ വന്യജീവി കൊലപ്പെടുത്തി ഭക്ഷിച്ച നിലയിൽ ബാലകൃഷ്ണന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ബാലകൃഷ്ണനെ ആക്രമിച്ചത് കടുവയാണോ പുള്ളിപ്പുലിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. വനംവകുപ്പും പോലീസും ചേർന്ന് മൃതദേഹം ബന്ധുക്കളെയോ നാട്ടുകാരെയോ കാണിക്കാതെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നാരോപിച്ച് പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. കോഴിക്കോട് കക്കോടിക്കടുത്ത് ആനക്കൊമ്പുമായി 5 പേർ അറസ്റ്റിൽ. ഒപ്പമുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള തെരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കി. 1 കിലോയ്ക്ക് 20 ലക്ഷം എന്ന നിലയിൽ ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഇവർ പിടിയിലായത്. കോട്ടയം ഏറ്റുമാനൂരിൽ വാൾ വീശി ഭീഷണിപ്പെടുത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഹെൽമറ്റ് ധരിച്ചെത്തിയ സംഘം കവർച്ച നടത്തിയത്. ഏറ്റുമാനൂർ പൂവത്തുംമൂടിലെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാടക ഷെഡിലാണ് സംഭവം. ആക്രമണത്തിൽ 5 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 1 ലക്ഷത്തോളം രൂപയും 7 മൊബൈൽ ഫോണുകളും മോഷ്ടാക്കൾ കവർന്നു. സംസ്ഥാനത്ത് പെയ്ത കനത്ത മഴയിൽ കുട്ടനാട്ടിൽ വ്യാപക കൃഷിനാശമെന്ന് കാർഷിക വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കുട്ടനാട്ടിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി മഴക്കെടുതി സംസ്ഥാനത്തെ 45,904 കർഷകരെ നേരിട്ട് ബാധിച്ചതായും 9,332 ഹെക്ടറിലെ കൃഷി നശിച്ചതിലൂടെ 121.67 കോടി രൂപയുടെ ഭീമമായ നഷ്ടമുണ്ടായതായും വ്യക്തമാക്കി. അടിയന്തര സഹായമായി 110 കോടി രൂപ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും പുതിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉടൻ വീണ്ടും കത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര. ഈരാറ്റുപേട്ട ചേന്നാട് കവലയിലാണ് സംഭവം. വിവാഹ സംഘത്തിൽപ്പെട്ട യുവാക്കളാണ് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. പാലക്കാട് വയോധികയുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ സ്വർണ്ണാഭരണവും പണവും തിരിച്ചേൽപ്പിച്ച് മാതൃകയായി യുവാവ്. ശാസ്തമംഗലം സ്വദേശി 70-കാരി കുഞ്ചിയുടെ അരപ്പവൻ സ്വർണം തൂക്കം വരുന്ന സ്വർണ്ണ കമ്മലും പണവും അടങ്ങിയ പേഴ്സ് കളഞ്ഞുപോയിരുന്നു. ആനമൂളി സ്വദേശി സിദ്ദിഖിനാണ് ഇത് കിട്ടിയത്. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ മണ്ണാർക്കാട് എസ്ഐ വിവേക്, എഎസ്ഐ രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ സിദ്ദിഖ് കുഞ്ചിക്ക് പേഴ്സ് കൈമാറി. എനിക്ക് പള്ളിക്കുറുക്കുന്ന കിട്ടിയത്. പിന്നെ ബംഗളൂരുവിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച KSRTC ജീവനക്കാരുടെ സംസ്കാരം നടന്നു. നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പുലർച്ചെയോടെയാണ് കോവൂർ സ്വദേശി അരുൺ, വെള്ളയിൽ സ്വദേശി മിഥിലേഷ് എന്നിവരുടെ മൃതദേഹം എത്തിച്ചത്. സ്വർണ്ണവെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,965 രൂപ, പവന് 1,11,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,475 രൂപ, പവന് 91,800 രൂപ. വെള്ളി ഗ്രാമിന് 245 രൂപ, കിലോ 2,45,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് എക്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.